Hello everyone, welcome back to a new session. So, നമ്മൾ കേട്ടിട്ട് ഫിസിക്കൽ സയൻസ് 2025 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ IUPAC നെയിം ഓഫ് CH3CO CH ഡബിൾ ബോണ്ട് CHCOOH. സോ ഇവിടെ നെയിം എന്തായിരിക്കും വരുന്നത്? 4-oxo pent 2 enoic acid. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാർബണിന് നമ്പർ ചെയ്യേണ്ടത് എവിടെ നിന്നായിരിക്കണം? ആസിഡ് കാർബണിൽ നിന്നാണ്. സോ 1 2 3 4 5. സോ ഇവിടെ ഫോർത്ത് കാർബണിൽ ഒരു ഓക്സോ ഗ്രൂപ്പ് ഉണ്ട്. ദെൻ വേർഡ് റൂട്ട് വരുന്നത് പെന്റ് ആണ്. സെക്കൻഡ് കാർബണിൽ ഒരു ഈൻ ഗ്രൂപ്പ് ഉണ്ട്. ദെൻ അതിനോട് ചേർന്നുള്ള ഫസ്റ്റ് കാർബണിൽ എന്താണുള്ളത്? COOH ഗ്രൂപ്പ് ഉണ്ട്, ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. സോ നമുക്ക് ആൻസർ വരുന്നത് 4-oxo pent 2 enoic acid. Then next question, match the types of colloidal solutions given in column 1 with the name given in column 2. സോ നമ്മൾ ഇതെന്താണ് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത് സോൾ ആണ്. സോളിഡ് ഇൻ ലിക്വിഡ് സോൾ. ലിക്വിഡ് ഇൻ സോളിഡ് ജെല്ലാണ് വരുന്നത്. ഓക്കെ, ദെൻ ലിക്വിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇമൽഷൻ ആണ്. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത് ഫോം ആണ്. സോ നമുക്കിവിടെ ഓപ്ഷൻസ് ഏതൊക്കെ ആയിരിക്കും വരുന്നത്? നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 1 എന്ന് പറയുന്നത് എന്താണ്? 1B ആണ്. 2C, ദെൻ 3 എന്ന് പറയുന്നത് D ആണ്. 4 എന്ന് പറയുന്നത് എന്താണ്? A ആണ്. സോ 1B 2C 3D 4A. ഈ ഓപ്ഷൻ എവിടെയാണ് വരുന്നത് എന്ന് നോക്കാം. ഓപ്ഷൻ എവിടെയാണ് വരുന്നത്? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ ആണല്ലോ 1B 2C 3D 4A. ഇതിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെതും അറിയില്ലെങ്കിലും ലിക്വിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇമൽഷൻ ആണ് അല്ലേ? ലിക്വിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത് ഇമൽഷൻ ആണ്. സോ ആ ലിക്വിഡ് ഇൻ ലിക്വിഡ് ഇമൽഷൻ 3 എന്നുള്ളത് D വന്നിട്ടുള്ള ആകെ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ഏതാണ്? ഫസ്റ്റിലത്തെ ഓപ്ഷനാണ്, ഓപ്ഷൻ A ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബാക്കിയുള്ളതിൻ്റെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണെങ്കിലും ഇമൽഷൻ കിട്ടിക്കഴിഞ്ഞാൽ ലിക്വിഡ് ഇൻ ലിക്വിഡ് ഇമൽഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാനായിട്ട് പറ്റും. The next question, which of the following method is used to purify a liquid that decomposes at its boiling point? Which of the following method is used to purify a liquid that decomposes at its boiling point? Crystallization, differential extraction, fractional distillation, distillation under reduced pressure. So ഇവിടെ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ടു പ്യൂരിഫൈ എ ലിക്വിഡ് ദാറ്റ് ഡീകമ്പോസസ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ആണ്. ഓക്കെ, ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what type of mirror produces a magnification of +1? What type of mirror produces a magnification of +1? +1 magnification produce ചെയ്യുന്നത് പ്ലെയിൻ മിറേഴ്സ് ആണ്. പ്ലെയിൻ മിറേഴ്സ് +1 ആണ് മാഗ്നിഫിക്കേഷൻ. സോ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ പേഴ്സൺസ് നിയർ പോയിന്റ് ഈസ് 25 സെൻറ്റിമീറ്റർ, നോർമൽ നിയർ പോയിന്റ് എന്ന് പറയുന്നതാണ് 25 സെൻറ്റിമീറ്റർ, ബട്ട് ദിയർ ഫാർ പോയിന്റ് ഈസ് നോട്ട് ഇൻഫിനിറ്റി. വാട്ട് ഡിഫക്റ്റ് ഡസ് ദിസ് ഇൻഡിക്കേറ്റ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിയർ പോയിന്റ്, ഒരു പേഴ്സൻ്റെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. ബട്ട് ഇവിടെയുള്ള ഒരാളുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി അല്ല. ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ അത് ഏതായിരിക്കും വരുന്നത്? ഫാർ സൈറ്റ്നസ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ ആണ്. സോ ഇവിടെ ഫാർ പോയിന്റ് ഇൻഫിനിറ്റി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഡിഫക്റ്റ് ഏതായിരിക്കും? നിയർ സൈറ്റ്നസ് ആയിരിക്കും. മയോപ്പിയ ആണ് വരുന്നത്. സോ മയോപ്പിയ കറക്റ്റ് ചെയ്യാനായിട്ടും അതേപോലെ ഹൈപ്പർ മെട്രോപ്പിയ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ലെൻസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. Then next question എന്താണ്? Which of the following is a pure form of carbon? Which of the following is the pure form of carbon? ഇവിടെ നമുക്ക് ഫസ്റ്റ് കണ്ടാൽ എന്താണ് തോന്നുന്നത്? ഡയമണ്ട് എന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യും. ബട്ട് ഇവിടെ ഫുള്ളറിൻ കൂടെ ഉണ്ട്. അപ്പോൾ ഡയമണ്ടും ഫുള്ളറിനും വരുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഫുള്ളറിൻ ആണ്. ബിക്കോസ് ഡയമണ്ടും പ്യുവറസ്റ്റ് ഫോം ആണ്, ഫുള്ളറിൻ എന്ന് പറയുന്നതും പ്യുവറസ്റ്റ് ഫോം ആണ്. അതായത് അതിൻ്റെ സോഫ്റ്റ് എഡ്ജസ് ആയിരിക്കും. അതേപോലെ അവിടെ ഡാംഗ്ലിംഗ് ബോൺസ് ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫുള്ളറിൻ ആയിരിക്കും.
സോ ഇങ്ങനെ ഡയമണ്ട് ഇൻ കേസ് ഫുള്ളറിൻ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് പറ്റും? ഡയമണ്ട് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. Then, which of the following is the densest metal on earth? Densest metal എന്ന് പറയുന്നത് osmium ആണ്. Densest metal is osmium. Then, an object of mass 10 kilogram is allowed to fall to the ground from a height of 20 meter. How long will it take to reach the ground? So, നമുക്ക് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റ്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. ദെൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സോ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഇക്വേഷൻ നമ്മൾ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കുന്നുണ്ട്. അതിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഹൈറ്റ് ഒക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ഏതാണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുള്ളത്? 20 meters ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ യു ഇൻറ്റു ടി എന്ന് പറയുന്ന ടേം കംപ്ലീറ്റ്ലി 0 ആയിട്ട് മാറും. ദെൻ 1/2 ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആണ് തന്നിട്ടുണ്ട്. ദെൻ ടി എന്താണ്? ടി സ്ക്വയർ ആണ് നമുക്ക് കാൽക്കുലേറ്റ്, ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടി സ്ക്വയർ എന്ന് വെക്കുക. ദെൻ 20/10/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആണ്. 5 ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ. സോ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 20/5 എന്ന് പറയുന്നത് 4 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 4 നമുക്ക് എന്താണ് ആൻസർ വരുന്നത്? 2 ആണ്. അപ്പോൾ 2 seconds ആണ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ നമ്മളിവിടെ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ എ എന്നുള്ള സ്ഥലത്ത് നമ്മൾ എന്തിൻ്റെ വാല്യൂ കൊടുക്കുക? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂസ് അപ്ലൈ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഡെമോൺസ്ട്രേറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ? ഇതിൽ ഒരു 4 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് സിറ്റുവേഷനിലാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ വരുന്നത് എന്നാണ് പറയേണ്ടത്. റബ്ബിങ് എ ബലൂൺ ഓൺ ഹെയർ, ഇതെന്തായിരിക്കും? ഇത് ഫ്രിക്ഷണൽ ഇൻട്രാക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പറയാനായിട്ട് പറ്റില്ല. ഓപ്ഷൻ എ എന്താണ്? റോങ് ആണ്. ദെൻ ടച്ചിങ് എ ചാർജ്ഡ് സ്ഫിയർ ടു എ ന്യൂട്രൽ സ്ഫിയർ, ഇതെന്താണ്? കണ്ടക്ഷൻ ആണ് വരുന്നത്. കണ്ടക്ഷൻ ഓഫ് ചാർജ് അല്ലെങ്കിൽ ചാർജ് കണ്ടക്ഷൻ ആണ് അവിടെ വരുന്നത്. ഫസ്റ്റ് വൺ ചാർജ് ബൈ ഫ്രിക്ഷൻ ആണ്. സെക്കൻഡ് വൺ ചാർജ് ബൈ കണ്ടക്ഷൻ ആണ്. ദെൻ തേർഡ് വൺ എന്താണ്?